വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകുന്നതുവരെ യാതൊരു റിക്കവറി നടപടികളും സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി. വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് കണക്കിലെടുത്താണ് ഉത്തരവ്. ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് S ഈശ്വരൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാരിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ അറിയിച്ചു. അതുവരെ ജപ്തി നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരും ബാങ്കേഴ്സ് കമ്മിറ്റിയും ഉറപ്പാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ 2026 ഫെബ്രുവരി 11 വരെ സമയം നീട്ടി നൽകണമെന്ന കേരളത്തിന്റെ അപേക്ഷ പരിഗണനയിലാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്രവിഹിതമായ 1059 കോടി രൂപയുടെ 50% മാർച്ച് 31-നകം വിനിയോഗിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. നടത്തിപ്പ് ഏജൻസിക്ക് ഈ മാസം തുക കൈമാറണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ പദ്ധതികൾ ഈ മാസം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശമെങ്കിൽ അസാധ്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഹർജി വീണ്ടും പരിഗണിക്കുന്ന മാർച്ച് 21-നകം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനും കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. അതിനിടെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള 3ാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 3ാമത്തെ പട്ടികയിൽ 70 കുടുംബങ്ങളാണുള്ളത്. വാർഡ് 11-ൽ നിന്ന് 37 കുടുംബങ്ങളും വാർഡ് 10-ൽ നിന്ന് 18 കുടുംബങ്ങളും വാർഡ് 12-ൽ നിന്ന് 15 കുടുംബങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചു. സുരക്ഷിതമല്ലാത്ത മേഖലയ്ക്ക് പുറത്ത് 50 മീറ്റർ പരിധിയിലുള്ള ഒറ്റപ്പെട്ട കുടുംബങ്ങളാണ് ലിസ്റ്റിലുള്ളത്. പുനരധിവാസത്തിനുള്ള അവസാന കരട് പട്ടികയാണ് ഇന്ന് പുറത്തുവിട്ടത്. പട്ടികയിൽ ആക്ഷേപവും പരാതികളുമുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ അറിയിക്കാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ 242 കുടുംബങ്ങളുടെ പട്ടികയും 2ാം ഘട്ടത്തിൽ 81 കുടുംബങ്ങളുടെ പട്ടികയും പ്രസിദ്ധീകരിച്ചിരുന്നു.